50,000 കോടിയുടെ ഒരു ബാധ്യത ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അധിക വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. വിഭവ സമാഹരണത്തിന് എന്തൊക്കെ നടപടികൾ പ്രഖ്യാപിക്കുമെന്നതാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ ബജറ്റിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആകാംക്ഷ. കേന്ദ്ര സഹായത്തിലെ 20,000 കോടിയുടെ കുറവാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന വി ഡി സതീശന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. നികുതി ചോർച്ച തടയാനും നികുതി പിരിവ് ഊർജിതമാക്കാനുമുള്ള നടപടികൾ അടങ്ങുന്ന സമഗ്ര ധനമാനേജ്മെന്റിലൂടെ വരുമാന വിടവ് പരിഹരിക്കാനായിരിക്കും വി ഡി സതീശൻ ശ്രമിക്കുക. സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ ധവളപത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത വാർഷിക പദ്ധതിക്കായി വിലയിരുത്തിയ തുകയിൽ 20,500 കോടി രൂപയുടെ കുറവുണ്ട് എന്നതായിരുന്നു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് 36,000 കോടി രൂപയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിച്ചതോടെ വാർഷിക പദ്ധതി നടപ്പിലാക്കാൻ 20,500 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഇടത് സർക്കാർ പാസാക്കിയ ബജറ്റ് പുതുക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും ഇതുതന്നെ. അധിക വിഭവ സമാഹരണമില്ലാതെ മുന്നോട്ടു പോകാനാവില്ല എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇതിനുള്ള വഴിയാണ് ബജറ്റ് തുറന്നെടുക്കേണ്ടത്. പ്രതിപക്ഷത്തിരിക്കെ ആരോപിച്ച നികുതി ചോർച്ച തടയാനുള്ള നടപടിയെടുക്കുക എന്നതാണ് പോംവഴി. സ്വർണത്തിന്റെ വിൽപ്പനയ്ക്കനുസരിച്ചുള്ള നികുതി കിട്ടുന്നില്ലെന്നും IGST ഫലപ്രദമായി പിരിച്ചെടുക്കാനാവാത്ത മൂലം 1,00,000 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ ആരോപിച്ചിരുന്നത്. ഈ നഷ്ടങ്ങൾ തിരിച്ചുപിടിക്കാൻ GST സംവിധാനം ഉടച്ചുവാർക്കുന്നതിനും നികുതി പിരിവ് ഊർജിതമാക്കുന്നതിനുള്ള നടപടികളും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. നികുതി വരുമാനം ഗണ്യമായി ഉയർത്തിയാലല്ലാതെ ഇന്ദിരാ ഗ്യാരണ്ടികളും ക്ഷേമപെൻഷൻ വർധനവും നടപ്പിലാക്കാനാവൂ. LDF നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി പോലെ സാമ്പത്തിക ബാധ്യത വരുന്ന പദ്ധതികൾ വേറെയുമുണ്ട്. ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വരുമാനം കൂടിയേ തീരൂ. വാഹന നികുതിയുടെ പകുതിയും ഇന്ധന സെസ്സും ഇപ്പോൾ കിഫ്ബിയിലേക്കാണ് പോകുന്നത്. ഇത് അവസാനിപ്പിച്ച് സർക്കാരിന്റെ പണലഭ്യത കൂട്ടാനുള്ള നടപടികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. LDF സർക്കാർ ബജറ്റും ധനവിനിയോഗ ബില്ലും പാസാക്കിയതിനാൽ റിവൈസ്ഡ് ബജറ്റോ ഭേദഗതി ബജറ്റോ ആയിരിക്കും മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. ബജറ്റ് പുതുക്കുമ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് പരിമിതിയുമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.